വൈത്തിരിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടുള്ള ഇൻഡീവര റിസോർട്ട് എന്ന് പറയും. ഇതൊരു വിൻറ്റേജ് മോഡലിൽ നമ്മൾ പഴമയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രീമിയം മനോഹരമായിട്ടുള്ള റിസോർട്ട്സ് ആണ്. ഇവിടെ കോട്ടേജുകളാണ് വരുന്നത് കേട്ടോ. ബാൽക്കണിയോട് കൂടിയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള കോട്ടേജുകളും പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട്, കപ്പിൾസ് ഹണിമൂൺ കോട്ടേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വീക്കെൻഡ് ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് വയനാട് വൈത്തിരിയിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പുതിയ വീഡിയോയിലൂടെ ഇൻഡീവര റിസോർട്ടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. റിസപ്ഷൻ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഒരു പഴമയൊക്കെ വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു വിൻറ്റേജ് ലെവലിലാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസാണ് കാണുന്നത്. ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ഉണ്ട്, പക്ഷേ വാട്ടർഫോൾസ് ഇപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ മഴയൊക്കെ പെയ്ത് ഇങ്ങോട്ട് തോർന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഇവിടെ ഒരു ബാൻക്വറ്റ് ഹാള് വരുന്നുണ്ട്, ബോർഡ് റൂം ഉണ്ട്. അത് നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ പ്രൈവസി മെയിൻ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രൈവറ്റ് പൂൾ വില്ല കോട്ടേജ് വരുന്നുണ്ട്. 2 ബെഡ്റൂമും ഒരു പൂളും. അപ്പോൾ നമുക്കിപ്പോൾ 2 ഫാമിലി 2 കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് പൂൾ വില്ല ചൂസ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഇവിടുത്തെ കോട്ടേജുകളെല്ലാം തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നതുണ്ട്. 4 BHK 2 BHK കോട്ടേജുകളൊക്കെ റിസോർട്ടിൽ വരുന്നുണ്ട്, അതും ബാൽക്കണിയോട് കൂടിയിട്ട്. ഇവിടുത്തെ ബാൽക്കണി വ്യൂ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് മൂക്കുത്തി. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ പേര് മൂക്കുത്തി എന്നാണ്. ഇതാണ് നമ്മുടെ കോട്ടേജ് കേട്ടോ. ഇവിടെ 4 ബെഡ്റൂം ഉണ്ട്. 4 BHKൻ്റെ ഒരു വില്ലയാണ്. ഈ ഒരു വില്ലയിൽ 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂമായിട്ട് ഒരു 4 ഫാമിലി ആയിട്ട് 4 കപ്പിൾസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വില്ല എടുത്തു കഴിഞ്ഞാൽ 4 ബെഡ്റൂമിൽ ഒരേ സ്പേസിൽ നിൽക്കാൻ പറ്റും. അതിൽ ബാൽക്കണി, ലിവിങ് ഏരിയ എല്ലാം വരുന്നുണ്ട്. മുക്കുത്തി എന്നാണ് ഈ കോട്ടേജിൻ്റെ പേര്. ഈ കോട്ടേജിന് സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. ഞങ്ങളിവിടെ നേരെ നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. പാർക്കിംഗ് സ്പേസ് സെപ്പറേറ്റ് വേറെ ഉണ്ട് കേട്ടോ. കോമൺ ആയിട്ട് വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മുകളിലുണ്ട്. നമുക്കിപ്പോൾ നമ്മളൊരു വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നുണ്ട്. ഈ കാണുന്ന 4 ബെഡ്റൂമിൻ്റെ വില്ലയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. മുക്കത്തി എന്ന് പറയുന്ന ഒരു കോട്ടേജാണ്. നമുക്ക് നമ്മുടെ ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന വില്ലയിലത്തെ ഞങ്ങളുടെ ബെഡ്റൂം. ഫ്ലവർ ബെഡ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ, അടിപൊളിയായിട്ടില്ല. ഞങ്ങൾ വന്ന് ബെഡൊന്നും ഇവരെ അലങ്കോലാക്കിയിട്ടില്ല. ഇതിങ്ങനെ ഇവർ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കേട് വരുത്താൻ തോന്നത്തില്ല. അത്രയും നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ റൂം അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമാണ്. താഴെ മിനി ബാറൊക്കെ ഉണ്ട്. മിനി ബാർ കാലിയാണ് ഗൈസ്, ബട്ട് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇവിടെ നല്ല മിനറൽ വാട്ടർ, ടീ കോഫി മേക്കർ എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് കുടിക്കാനായിട്ട് നല്ല ഫ്രഷ് വാട്ടറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെസ് കളിക്കണോ? ഒറ്റയ്ക്കാണോ കളിക്കുന്നത്? കൂട്ടിനാരുമില്ല? റിസോർട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായോ? മോൻ്റെ പേരെന്താ? അയാൻ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയയിലാട്ടോ. എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. വലിയ റെസ്റ്റോറൻ്റ് ആട്ടോ. ഒരുപാട് പേർക്കുള്ള ഡൈനിങ് ഒക്കെ ഉണ്ട്. ഇവിടെ 23 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഇൻഡിവിജ്വൽ കോട്ടേജസും അതുപോലെ തന്നെ 2 ബെഡ്റൂം 4 ബെഡ്റൂമിൻ്റെ കോട്ടേജുകളും
2 ബെഡ്റൂമിൻ്റെ പ്രൈവറ്റ് പൂൾ വില്ല ഈ റിസോർട്ടിലുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇൻഡോർ ഗെയിംസൊക്കെ ഉണ്ട്, നമുക്ക് ഗെയിംസൊക്കെ ഒന്ന് കാണാം. അതുപോലെ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്, വലിയ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. നല്ല ഒരു സൈലൻ്റ് ഏരിയ അല്ലേ, ഉള്ളതെല്ലാം തന്നെ വളരെ നീറ്റാണ് ഏരിയ. അതുപോലെ നമുക്ക് ഒരുപാട് നടന്ന് കാണാനായിട്ട് റിസോർട്ടിലുണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് അല്ല പ്രോപ്പർട്ടി, ഭയങ്കര സ്പീഷ്യസ് ആയിട്ട് നമുക്ക് ഒത്തിരി ഇങ്ങനെ നടന്ന് കാണാനും റിലാക്സ് ചെയ്യാനും ഒരുപാട് ഏരിയകളുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റാഫുകളും നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വൈത്തിരിയിലെ ഇൻഡിവിര. നമുക്ക് ഇൻഡോർ ഗെയിംസുകൾ എന്തൊക്കെയാണെന്ന് കാണാം. അതിന് മുൻപായിട്ട് ഇവിടുത്തെ കുറച്ച് ഇൻഡിവിജ്വൽ സിംഗിൾ കോട്ടേജുകളുണ്ട്. ഈ കപ്പിൾസൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൈവസിയിൽ ആ കോട്ടേജുകളൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ഫൺ ഓൺ ദ ഹിൽസ് ഇവിടുത്തെ ഇൻഡോർ ഗെയിംസുകളാണ്. നമുക്ക് എന്തൊക്കെ ഗെയിംസ് ആണെന്നുള്ളത് കാണാമല്ലേ. സോക്കറുണ്ട്, ക്യാരംസ് ഉണ്ട്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ് ഉണ്ട്. ക്യാരംസിൻ്റെ 2 സെക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് ഇവിടെ നമ്മുടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു കപ്പിൾ കോട്ടേജ് ആണ്. നമ്മൾ കപ്പിൾസ് ആയിട്ട് വരുമ്പോൾ മെയിൻ പ്രയോറിറ്റി പ്രൈവസി ആയിരിക്കില്ല. അപ്പോൾ അതൊരു ഹണിമൂൺ കോട്ടേജും കൂടിയാണ്. നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു ഫ്ലവർ ബെഡ്, ക്യാൻറ്റീനിൽ ഡിന്നറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ കപ്പിൾസിന് 100% പ്രൈവസിയിലുള്ള ഒരു കോട്ടേജാണ് കാണുന്നത്. നല്ല ക്യൂട്ടല്ലേ. സിംഗിൾ ഫാമിലിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോട്ടേജ് യൂസ് ചെയ്യാം. മല്ലിക എന്നാണ് കോട്ടേജിൻ്റെ പേര്. ഞാൻ കോട്ടേജിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ കോട്ടേജിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതാ എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന റൂം. അപ്പോൾ ഇവിടെ ഒരു 5 മണിയാകുമ്പോൾ ഒരു കോഫി അല്ലേ, ഒരു ടീ ഷോപ്പ് ഓപ്പൺ ആവും. ഒരു നൊസ്റ്റു കൗണ്ടറാണ്. അതെ, നല്ല കിഡിലൻ വ്യൂ ഒക്കെ ഉള്ള ഒരു ടീ ഷോപ്പാണ്. അപ്പോൾ അത് 5 മണിക്കാണ് ഓപ്പൺ ആവുക. നമുക്ക് അവർ ടൈമൊക്കെ തന്നിട്ടുണ്ട്, ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചായ പിടിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഇത് താമര എന്ന് പറയുന്ന കോട്ടേജാണ്. താമര എന്ന് പറയുന്ന ഒരു കോട്ടേജ് ഉണ്ട്. അതിനകത്ത് 4 ബെഡ്റൂമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 4 കപ്പിൾസ് 4 ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള 4 BHK വില്ല ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒരേ ഒരു സ്പേസിൽ തന്നെ നിൽക്കാൻ പറ്റും. എൻ്റെ പുറകിൽ കാണുന്നത് അത് താമര എന്ന് പറയുന്ന 4 BHK ഒരു കോട്ടേജാണ്. 4 ബെഡ്റൂം, ബാൽക്കണി, ലിവിങ് ഏരിയ എല്ലാം ഉണ്ട് കേട്ടോ. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മളൊരു സിംഗിൾ കപ്പിളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ 5500 റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5500 രൂപ. അതിനകത്ത് നിങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്ക്, ഈവനിങ്ങിലൊരു ടീ സ്നാക്സ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അതും ബൊഫയാണ്. പിന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. രാത്രിയിൽ ഡിന്നർ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ 5500 രൂപ ഇൻക്ലൂഡിങ് GST പ്രൈസാണ് കേട്ടോ. ഒരു സിംഗിൾ ഫാമിലി, ഒരു കപ്പിൾസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് 5500 ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈവറ്റ് പൂൾ വില്ല നമുക്ക് 2 കപ്പിൾസ് 2 ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവസിയിൽ പൂളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പൂൾ വില്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മേടിച്ച കോഫി ഇവിടെയാണ് സ്പാ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ആയുർവേദിക് നല്ല ട്രഡീഷണൽ സ്പാ ഉണ്ട്. നമ്മൾ റിസോർട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഫുഡും ഈ എൻജോയ്മെൻറ്റും മാത്രം പോരാ, നമ്മൾ ശരീരം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. പ്രത്യേകിച്ചിട്ട് മഴക്കാലമാണ്. മഴക്കാലത്ത് നിങ്ങൾക്ക് നല്ലൊരു ആയുർവേദ, അതും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്പാ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും. തുളസി വെൽനസ് സ്പാ സെൻ്ററാണ്. നല്ല രസമല്ല പുറകിൽ കാണാനായിട്ട്. ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫീലില്ല, ഒരു പഴയ കാലം ഓർമ്മപ്പെടുത്തുന്ന ഒരു ബിൽഡിങ്. നല്ല രസമുണ്ട്. അത് മൺകട്ട കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ കോട്ടേജുകളും എടുത്ത് നോക്കിയാലും
സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ഒരു ടീ കോഫിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ചാർജ് ചെയ്തു, നല്ല പഴംപൊരി പൊക്കവടയൊക്കെ കഴിച്ചു. നല്ലൊരു ഒരു ടീ ഷോപ്പ് അല്ലേ, ഒരു നൊസ്റ്റാൾജിയ ടീ ഷോപ്പായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സ്പാനകത്തോട്ട് കയറാം. അവിടെ അതിൻ്റെ ഒരു ഇൻചാർജ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്പാ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. ഡോക്ടർ ചായ തന്നെയല്ല. ഓക്കെ, നമ്മൾ സ്പാ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ട്രഡീഷണൽ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആണ്. നമ്മളിപ്പോ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ച് ആയിട്ടാണ് ഇത് വരുന്നത്. അതിന്റെ പേരെന്തായിരുന്നു? ശ്രീചിത്ര. അതാണ് ഞങ്ങളുടെ ബ്രാഞ്ചിന്റെ പേര്. തൃശ്ശൂർ ചാവക്കാട്. ചാവക്കാട്. ഓക്കെ. ഇവിടെ ഇപ്പൊ നമ്മൾ മെയിൻലി ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് റെജുമിനേഷൻ പാക്കേജസ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മുടേതായിട്ടുള്ള ട്രീറ്റ്മെന്റിന് വരുന്ന ക്ലയൻസ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് അതിപ്പോ 7 days 14 days 21 days അങ്ങനെ 1 week ഒക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ. ചൈതന്യ എന്ന് പറഞ്ഞ ഡോക്ടറാണ് മാമിന്റെ അടുത്താണ് സംസാരിച്ചത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് തന്നെ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 1 week വരെ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നേരത്തെ റിസർവ് ബുക്ക് ചെയ്ത് വരുന്ന ഗസ്റ്റുകൾ ഉണ്ടായിരിക്കും. തൃശ്ശൂർ ചാവക്കാട് ശ്രീചിത്ര ആയുർവേദിക് സെന്റർ അതിന്റെ ഒരു മെയിൻ അതിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. ദുബായിലൊക്കെ ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനമാണ് അല്ലേ. അപ്പൊ നിങ്ങൾ റിസോർട്ടിൽ വരുമ്പോൾ എന്തായാലും ഒരു റെജുവിനേഷൻ ഒക്കെ എടുക്കുക. നിങ്ങൾക്ക് നല്ല റിലാക്സ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഹാപ്പി ആയിട്ട് പോകാം അല്ലേ. അപ്പൊ നല്ല ട്രഡീഷണൽ ആയിട്ട് ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കും. നമുക്ക് ടൈം കിട്ടുമെന്നൊക്കെ നോക്കാം. ഇതാണ് ട്രീറ്റ്മെന്റ് റൂംസ് അല്ലേ. ഇവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അതുപോലെ ഇതിന്റെ പുറകിലായിട്ട് ഒരു ബേർഡ്സ് പാർക്ക് ഒക്കെ ഉണ്ട്. ബേർഡ്സ് ഉണ്ട് അതിനകത്ത്. നമുക്ക് ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു കോമ്പൗണ്ട് ആണ്. ഇവിടെ കുറച്ചധികം കുട്ടികൾക്കുള്ള എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന്. അവിടെയാണ് ബേർഡ്സ് പാർക്ക് വരുന്നത്. അതിനകത്ത് നിറയെ ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടത്തേക്ക് പോവാം. കാകളി ബേർഡ്സ് പാർക്കിൽ നല്ല പേരുകളാല്ലേ. മല്ലിക, ചെമ്പരത്തി, ചെമ്പകം, കാകളി, മുക്കുറ്റി. അപ്പോൾ കിഡ്സ് പാർക്കും ഇൻഡോർ ഗെയിംസ് വരുന്നുണ്ട്. സ്പാ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പ്രൈവറ്റ് പൂൾ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈവനിങ്ങിൽ ടീ സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ കോട്ടേജ് ആയാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാം കൊണ്ടും വയനാട് വൈത്തിരിയിലെ നല്ലൊരു പ്രീമിയം റിസോർട്ട് തന്നെയാണ് റിട്രീറ്റ് ഇൻഡീവര എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിലൊരു നമ്പർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൽ വിളിക്കുക നിങ്ങൾ. നല്ല ഓഫർ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി റിസർവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ പ്രൈസൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 5500 മുതലാണ് ഒരു സിംഗിൾ ഫാമിലി സിംഗിൾ കപ്പിൾസിന് ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഇവരിവിടെ ബൊഫേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് കുറച്ചധികം മെനു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ 8 മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, ഏകദേശം 9:30 വരെ. അപ്പോൾ ഇന്നലെ ഇവിടെ റൂംസൊക്കെ തന്നെ സോൾഡ് ഔട്ടാണ്. എല്ലാ റൂംസിലും ഫുള്ളി ഗസ്റ്റ് ഉണ്ട്. വീക്കെൻഡും ഒക്കെ ആയതുകൊണ്ട് പെരുന്നാൾ വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഹെവി റെസ്റ്റോറൻ്റ് ആണ്. ഒരുപാട് പേർക്കുള്ള ഡൈനിങ് ഒക്കെ ഉണ്ട്. ബാംബൂസൊക്കെ കൊണ്ട് നല്ല രസമുണ്ട്. ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഓപ്പൺ ടെറസിൽ വേണമെങ്കിൽ ഇരിക്കാം. അവിടെ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു 50 മീറ്റർ അടുത്തായിട്ടാണ് സ്വിമ്മിംഗ് പൂള്. ഇവിടെ നമുക്ക് ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് ലേഡീസിന് ജെൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് വാഷ്റൂമൊക്കെ ഉണ്ട്. പിന്നെ പൂൾ അത്യാവശ്യം ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട്. അതിൻ്റെ ഷേപ്പ് രസമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഇവരുടെ ഒരു ഫിറ്റ്നസ് സെൻ്ററും ഉണ്ട്. അപ്പോൾ പൂളാണ് ഈ കാണുന്നത്, കണ്ടോ.
അത്യാവശ്യം ഒരു വലിയ സ്വിമ്മിംഗ് പൂളാണ്, നീറ്റാണ്. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ മരങ്ങളും ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഇലകളൊക്കെ വീണ് കിടക്കുന്നു. ഇവിടുത്തെ ഒരു മത്സ്യകന്യകനെ കാണാം, കണ്ടോ. നമുക്കിപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള മീറ്റിംഗ് ഹാള് വരുന്നുണ്ട്, ബോർഡ് റൂം വരുന്നുണ്ട്. പിന്നെ ചെറിയ ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെൻറ്റ്, മാരേജ് ഫംഗ്ഷൻ വരെ ഈ റിസോർട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, അത്യാവശ്യം നല്ല ഫെസിലിറ്റി തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ചെറിയ ഒഫീഷ്യലായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് തരും. ഈ ഒരു ഹാളിനകത്ത് മാരേജ് ഫംഗ്ഷൻ വരെ നടന്നിട്ടുണ്ട്, എൻഗേജ്മെൻറ്റ് പാർട്ടി, ബർത്ത്ഡേ പാർട്ടിയൊക്കെ നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റേജൊക്കെ വരുന്നുണ്ട്, സ്റ്റേജും കാര്യങ്ങളൊക്കെ അവർ വേണമെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഞാൻ പോകുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ വില്ല കോട്ടേജിലേക്കാണ്. 2 ബെഡ്റൂം വിത്ത് പൂള്. നമ്മളിപ്പോൾ ഒരു 2 കപ്പിൾസ്, 2 ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല പ്രൈവസിയിൽ നിങ്ങൾക്ക് പൂളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കോട്ടേജിൽ നിൽക്കാൻ പറ്റും കേട്ടോ. നല്ല ബെഡ്റൂമൊക്കെ അടിപൊളിയാണ്, നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂം, നമ്മുടെ റൂമിൻ്റെ അതേപോലെ തന്നെ. ഈ കാണുന്നതാണ് പ്രൈവറ്റ് പൂള് കേട്ടോ. ഡോർ അങ്ങ് തുറന്ന് നമുക്ക് പൂളിലേക്ക് പോകാൻ പറ്റും. റൂമിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പൂളിലോട്ട് ആക്സസ് ഉണ്ട്. അപ്പോൾ 2 ഫാമിലി, 2 കപ്പിൾസൊക്കെ ആയിട്ട് വരുമ്പോൾ വെൽ പ്രൈവസിയിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കണ്ടത് വയനാട് വൈത്തിരിയിൽ ഇൻഡിവര റിട്രീറ്റ് റിസോർട്ടിൻ്റെ ഒരു വ്ളോഗാണ്, കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ലൊരു സ്റ്റേ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫുഡായാലും ഇവരുടെ ടോട്ടലി ഒരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്റ്റാഫുകളും അവർ കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഗസ്റ്റുകളൊക്കെ നല്ലപോലെ തന്നെ കെയർ ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു. അതുപോലെ ഞങ്ങൾ ഇന്നലെ ഡിന്നർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്ന. റെസ്റ്റോറൻറ്റൊക്കെ നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റൊക്കെ നമുക്ക് നല്ല സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു സ്റ്റേക്കേഷൻ വയനാട്ടിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിൻറ്റേജ് മോഡൽ, ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയുർവേദ ട്രഡീഷണൽ സ്പായും ബാങ്ക്വറ്റ് ഹാള്, ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഡിവര. ഇൻഡിവരയുടെ ബുക്കിങ്ങിനും റിസർവേഷനും വേണ്ടിയിട്ട് താഴെ ഒരു കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസോർട്ട് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും റിസർവേഷനൊക്കെ വേണ്ടിയിട്ട് ആ നമ്പർ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിങ്ങളുടെ ഒരു സ്റ്റേ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, യാത്രകളൊക്കെ ചെയ്യുക. യാത്രകൾ ചെയ്തിട്ട് നമ്മുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക.